നമ്മുടെ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയില്ല നമുക്ക് വേണ്ടി എന്തായാലും തുറന്നു തന്നിട്ടുണ്ട്. രക്ഷിതാക്കൾ തന്നെയാണെന്നാണ് ഇത് മൊത്തം സെറ്റ്. ചെറിയ കാര്യമല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. അതെല്ലാം സെറ്റ് അല്ലേ? സീനൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ ഈ നമ്മളിപ്പം അവിടുത്തെ ലൊക്കേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ പറഞ്ഞ് നമ്മുടെ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയില്ലേ, പഴയ സിനിമ കണ്ണെഴുതി പൊട്ടും തൊട്ട്, അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ അതിൻ്റെ വീടാണ് ഇവിടെ ബാക്കിൽ കാണുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് നമ്മളിപ്പോൾ പോകുന്നത് മുരിക്കൻസ് തറവാടിലേക്കാണ്. ഈ തറവാടിനെ പറ്റി പറയുകയാണെങ്കിൽ ജോസഫ് മുരിക്കൻ എന്ന വ്യക്തിയുടെ ആയിരുന്നു ഈ തറവാട്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം കായൽ രാജാവെന്നാണ് ഈ നാട്ടുകാരെല്ലാം അദ്ദേഹം വിളിച്ചിരിക്കുന്നത്. അതായത് ഈ കായൽ നികത്തി പുള്ളി കൃഷിക്കാര്യത്തിന് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഒരു സാഹസികനായ കർഷകൻ എന്നാണ് പുള്ളിയെ വിശേഷിപ്പിക്കുന്നത്. ഒരുപാട് സിനിമകൾ ഈ തറവാട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങ് പ്രേം നസീറൊക്കെയുടെ കാലത്തെ ഈ ഗാനം മറക്കുമോ എന്ന സിനിമ മുതൽ പിന്നെ കരുമാടിക്കുട്ടൻ, നമ്മുടെ കണ്ണെഴുതി പൊട്ടും തൊട്ട്, അങ്ങനെ വന്ന് ലാസ്റ്റ് ബിജുമേനോട്ടൻ്റെ ആദിരാത്രി എന്ന സിനിമ വരെ ഈ തറവാട്ടിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു 10-20-50 സിനിമകളോളം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ അകത്തും പുറത്തൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ആ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടുത്തെ ഓണർ ചേട്ടന്മാർ നമുക്ക് വേണ്ടി എന്തായാലും തുറന്നു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം. ഇവിടെ ഏതൊക്കെ എടുത്തേക്കുന്ന ചേട്ടാ? എടുത്ത പടം എന്ന് പറയുന്നത് ഈ ഗാനം മറക്കുമാണ്. അത് കഴിഞ്ഞ് കരിമാടിക്കുട്ടൻ്റെ പടം എടുത്തു. പിന്നെ വിന്നീസ് രാജ മമ്മൂട്ടിയുടെ പടം എടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടനാടൻ വ്ളോഗിൻ്റെ അകത്ത് വ്ളോഗിൻ്റെ ഈ വീടല്ലായിരുന്നു ഷംന കാസിം അവരുടെ സംസാരം നിൽക്കുന്ന അവിടെയൊക്കെയാണ്. പുറത്ത് അങ്ങനെയുള്ള വീടിൻ്റെ അകമൊന്നുമില്ല, ഈ പുറത്തുള്ള ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് പിന്നെ ഇവന്റെ ഏറ്റവും അവസാനം എടുക്കുന്നത് ബിജുമേനോന്റെ ആദിരാത്രി, പിന്നെ പുലിപ്പുളി ആട്ടിൻകുട്ടികളെ, പിന്നെ അതാണ് ഒത്തിരി കുറെ പടം. പിന്നെ ഒരു ഇംഗ്ലീഷ് പടം ഇല്ല ഉണ്ടായിരുന്നില്ല, മറ്റേ ഒരു ബസ്മതി റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇംഗ്ലീഷ് പടത്തിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ഫിലിം ഒരു വലിയൊരു അന്നത്തെ ഇവിടുത്തെ വലിയൊരു ഇംഗ്ലീഷ് നടിയാണ് അഭിനയിച്ചത്. അവരുടെ ഒരു അന്ന് ചങ്ങനാശ്ശേരി മാർക്കറ്റും ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ, ഓരോരോ സീനേജ് അങ്ങ് എടുക്കുമായിരിക്കും. പിന്നെ മമ്മൂട്ടിയുടെ തന്നെ ബോംബെ അങ്ങനെ ഒരു പടം, ബോംബെ മാർച്ചോ. പിന്നെ കലാമണിയുടെ ഒരു പടം ഉണ്ടായിരുന്നു, അവനൊരു പൊട്ടണൊക്കെ ഉണ്ട്, ഇതങ്ങ കയറുന്നൊക്കെ പടത്തിന്റെ അത് പേര് ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കതൊരു 10-20 പടം ഇവിടെ വന്ന് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് എടുത്തേ ഉള്ളൂ. ഓക്കെ, താളമേള സിനിമയിൽ മെന്റൽ ഹോസ്പിറ്റലായിട്ട് കാണിക്കുന്ന ഈ തറവാടാണ്. കുറേ ഉണ്ടല്ലോ. സൽപ്പേര് രാമൻകുട്ടിക്കകത്തും ഉണ്ട്. ഞാൻ സൽപ്പേര് രാമൻകുട്ടി എന്ന ജയറാമേട്ടന്റെ പടത്തിൽ ജയറാമേട്ടന്റെ വീടായിട്ട് കാണിക്കുന്ന ഈ തറവാടാണ്. തീരുമാനിക്കേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണെന്നാണ് എന്റെ ശക്തമായ അഭിപ്രായം. കൂടാതെ കണ്ണെഴുതി പൊട്ടും തൊട്ട് സിനിമയ്ക്കകത്ത് ഇതാണ് അവർ ആ വീടായിട്ട് കാണിക്കുന്നത്. ദൃഷ്ടിദോഷം മാറ്റാനാ. ഒന്ന് നിർത്താവോ നിന്റെ ശാസ്ത്രവും മന്ത്രവാദവും ഒക്കെ? ആദിരാത്രി സിനിമയിൽ വിജയരാഘവൻ ചേട്ടന്റെ വീടായിട്ട് കാണിക്കുന്ന ഈ തറവാടാണ്. മനോഹര, അതെ, നമുക്ക് ഈ നാട്ടിൽ തന്നെയുള്ള കൊള്ളാവുന്നൊരു പയ്യനാണെങ്കിൽ ഞങ്ങക്ക് വേറെ ആരുമില്ലല്ലോ മനോഹര. അതുകൊണ്ടാ ഇതിലും നന്ദിയേ ശരപഞ്ചാരത്തിലെ കുതിരക്കുണ്ടോ സമയം. മനോഹര, ഈ ഒരു ചെറിയ കാര്യമല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. ഇത് സെറ്റാണ് കേട്ടാ, ഇത് മൊത്തം സെറ്റ്. അയ്യോ, ഇതോ അതെല്ലാം സെറ്റ് അല്ലേ? ഫ്രണ്ട് ഇത് മൊത്തം സെറ്റ് കേട്ടോ, എല്ലാം ഫ്ലൈവുഡ്. എൻ്റെ ദൈവമേ, റൂം നമ്പർ ചോദിച്ചില്ലല്ലോ. സോറി.
ആര്? ചെറുക്കനും കൂട്ടരും. ചെറുക്കനും കൂട്ടരും. എന്റെ മനോഹരേട്ടാ, നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നതിന്റെ പിറ്റേ ദിവസം അവരിങ്ങ് എത്തുന്നു പറഞ്ഞല്ലേ? ആരോട്? അപ്പോൾ അവിടാണ് ആദ്യരാത്രിക്കകത്ത് ബിജുമോഹൻ ചേട്ടനും എല്ലാം അച്ഛനെ കാണാൻ വരുന്ന പള്ളിയൊക്കെ. അതൊന്ന് കാണണല്ലോ. കാണിക്കാലോ. ഒന്ന് മനോഹരേട്ടാ, നിങ്ങളൊരു സംഭവം കേട്ടോ. രൂപതയില് വീഴാത്ത അച്ഛന്മാരുണ്ടോടാ നമ്മളോടെ കളി. വന്നേ. ഈ മതിൽ ചാടിയാൻ വരുന്നെങ്കിൽ അവരെ കയറി ഇങ്ങനെ വരുന്നത്. അപ്പൊ ഹൗസ് ബോട്ടൊക്കെ ഒന്ന് അടുക്കുന്ന എന്നിട്ട് തിരിച്ച് നടന്ന് കരഞ്ഞോണ്ട് പോകുന്ന ആ ഒരു വഴി കൂടെ. ആദ്യരാത്രി സിനിമയിൽ അജു വർഗീസ് ഏട്ടൻ മതിലാടി കിടക്കുന്ന ഒരു മതിലും പിന്നെ തിരിച്ച് നടന്നു പോകുന്ന ആ സീനൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഏരിയയിലാണ്. പ്രേം നസീറിക്കയുടെ ഈ ഗാനം മറക്കുമോ എന്ന സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടാണ്. ഒരു പട്ടിയുടെ സഹായം എനിക്ക് വേണ്ടടാ. അച്ഛൻ ഇതിന് മാത്രം ദേഷ്യപ്പെടാൻ ഞാൻ എന്ത് പറഞ്ഞു? എന്റെ കണ്ണുമ്പിൽ കണ്ടുപോരുത്. മണിച്ചേട്ടൻ്റെ സിനിമയായ കരിമാടിക്കുട്ടൻ്റെ അകത്ത് കൗസല്യ ചേച്ചിയുടെ വീടായിട്ട് കാണിക്കുന്ന ഒരു തറവാട് ഇതാണ്. ആദ്യരാത്രി സിനിമയിൽ ബിജുമേനോൻ ചേട്ടനും വിജയരാഘവേട്ടനും കൂടെ വെള്ളം അടിക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടാണ്. കാര്യം പറ. ഇതൊക്കെ കേൾക്കേണ്ട ആള് ദേ കിടക്കുന്നു. മമ്മൂക്കയുടെ ആയിരപ്പറ സിനിമയിലെ സീൻസൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ ഒരു പടിപ്പുരയുണ്ട്, അവിടെ കാണാം, ലെഫ്റ്റ് സൈഡിൽ കാണാം. പിന്നെ ഈ പാലമൊക്കെ ഇപ്പം പൊളിഞ്ഞു കിടക്കുകയാണ്. കള്ളു കുടിച്ചിട്ട് താൻ ചെയ്യുന്ന ഒരേ ഒരു നല്ല കാര്യം ഉറക്ക പാടും. അത് കേൾക്കാൻ രസം. ഓ അങ്ങനെ വായി കഴിഞ്ഞില്ലയോ? പോകാം. വരട്ടെ അളിയാ. ഹായ് ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അപ്പം മറക്കരുത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ നമ്മുടെ ബാക്കിൽ കാണുന്ന നമ്മുടെ അശ്വതി ട്യൂട്ടോറിയൽ. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും.